സിനിമയിലൂടെ മാത്രമല്ല, രസകരമായ അഭിമുഖങ്ങളുടെയും സ്റ്റേജ് ഷോയിലുകളെയും പ്രസംഗത്തിലൂടെയും ആരാധകരെ സമ്പാദിച്ച കലാകാരനാണ് ധ്യാൻ ശ്രീനിവാസൻ. ഇപ്പോഴിതാ വിസിറ്റർ എന്ന പുതിയ സിനിമയുടെ പൂജയ്ക്ക് എത്തിയ ധ്യാൻ നടത്തിയ പ്രസംഗമാണ് ശ്രദ്ധ നേടുന്നത്. ദിലീപ്, നവ്യ നായർ, അജു വർഗീസ്, മേജർ രവി തുടങ്ങിയ ഒട്ടുമിക്ക താരങ്ങളും ചടങ്ങിൽ സന്നിധരായിരുന്നു. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങളും ദിലീപുമായുള്ള ബോണ്ടിങ്ങും വിജയ് തൃഷ വിവാദം അടക്കം പലവിധ കാര്യങ്ങൾ രസകരമായി പ്രസംഗത്തിലൂടെ ധ്യാൻ സംസാരിക്കുകയും ചെയ്തു. സ്റ്റേജ് ഷോയിലും മറ്റുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ധ്യാൻ വിദേശത്തായിരുന്നു. നടന്റെ വാക്കുകളിൽ തുറന്നു വായിക്കാം. എന്റെ മെന്ററും വഴികാട്ടിയും ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ മെമ്പറുമാണ് അജു വർഗീസ്. വിജയ് തമിഴ്നാട്ടിലെ സിഎം ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത ഒരു 15 വർഷത്തിനുള്ളിൽ സിഎം ആകണമെന്ന്. ആ തീരുമാനം എടുത്തിരിക്കെയാണ് അജു വിളിച്ച് എന്നോട് പറഞ്ഞത്, നീ ആദ്യം സിഎം ആവണ്ട, അതിനു മുമ്പേ ബേബി സ്റ്റെപ്പ് എന്ന രീതിയിൽ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ, ആൾക്കാരെ പറ്റിക്കാനും കണ്ണിൽ പൊടിയിടാനും ചാരിറ്റിയുമെല്ലാം ചെയ്യണമെന്നും പറഞ്ഞു. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ദിലീപേട്ടനല്ല, അർജു വർഗീസാണ്. മാത്രമല്ല അമ്മ പ്രസിഡന്റ് ആവാൻ ഞാൻ സന്നദ്ധ അറിയിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ പോവരുത് എന്നാണ് കേട്ടു. പക്ഷേ അതൊരിക്കലും പാടില്ല. അച്ഛൻ ഒരിക്കലും ആവാതിരിക്കാൻ്റെ കാരണം സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അച്ഛനെ പോലുള്ള ആളുകൾ ആ സ്ഥാനത്ത് വഹിക്കാൻ പറ്റില്ലാത്തതിനാണ്. കാരണം ചില കാര്യങ്ങൾ നേരെ കണ്ണടയ്ക്കേണ്ടി വരും എന്നാണ്. ഇനി ദിലീപേട്ടനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായും അവസാനം ഓടിയ പടം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. പലപ്പോഴും സിനിമ ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ നിന്ന് കിട്ടിയ ബന്ധങ്ങൾ ഇല്ലാതാകും. അച്ഛൻ പോയ ശേഷം പലരും ഞങ്ങളെ വിളിക്കാറുണ്ട്, ചിലർ കാണണമെന്ന് പറയാറുമുണ്ട്. പക്ഷേ എല്ലാ മാസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വരും. എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് വിളിച്ചാണ്. അച്ഛൻ്റെ മരണത്തിന് വന്നു പോയവർ പലരും പിന്നീട് വീട്ടിലേക്ക് വരികയോ ഒന്നും മിണ്ടുകയോ ഉണ്ടായിട്ടില്ല. പക്ഷേ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാൾ ദിലീപേട്ടനാണ്. 2 ആഴ്ച മുമ്പ് വിളിച്ചിട്ട് ദിലീപേട്ടൻ പറഞ്ഞു, ഞാനും കാവ്യയും അങ്ങോട്ട് വരികയാണ്. 3-4 തവണ വിളിച്ചിരുന്നു, എനിക്ക് പക്ഷേ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. അമ്മയെ കാണണം എന്നാണ് ദിലീപേട്ടൻ അറിയിച്ചത്. അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നതാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. ദിലീപേട്ടൻ്റെ കരുതലും സ്നേഹവും അച്ഛൻ പോയതിനു ശേഷം ഞങ്ങളോടൊപ്പമുണ്ട്. എപ്പോഴും അത് ഉണ്ടാകുമെന്ന് മാത്രമാണ് ആഗ്രഹം. ഇനി പറയാനുള്ളത് നവ്യ നായരെ കുറിച്ചാണ്. എൻ്റെ ഇൻ്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഞാൻ നവ്യയോടുള്ള എൻ്റെ ഇഷ്ടം പറഞ്ഞത്. അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കാൻ പ്രായത്തിൽ ഒരു മകനുണ്ടായി. ഇതെല്ലാത്തിനും ശേഷമാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ സിഎം ആയി പ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരിയുടുത്ത് ഫ്രണ്ട് റോയിൽ തന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാകും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, സിഎം ആകുമ്പോൾ വന്നാൽ മതിയെന്ന് ധ്യാൻ പറഞ്ഞതോടെ സദസ്സിൽ നിന്ന് പൊട്ടിച്ചിരിയും ഉയർന്നു.